ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പാത്രം കത്തിയതിൻ്റെ. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് വേറൊരു സംഭവം കൂടി ഉണ്ടായി, അതൊന്നും പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പാത്രമല്ലേ കുഴപ്പമില്ല എന്ന് വിചാരിച്ചതായിരുന്നു ആ സമയത്ത്. ഇവിടുത്തെ അമ്മയാണെങ്കിലും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ പാത്രം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് ദിവസം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ആ പാത്രം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് യൂസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്ന്. അപ്പോൾ ഇപ്പോൾ ഒരാളിതാ ഇവിടെ ഫുള്ള് കളിക്കുന്ന സാധനമൊക്കെ ഉണ്ട്, അവളുടെ ടോയ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ വെച്ചിട്ട് പിന്നെയും പോയിട്ടുണ്ട് അങ്ങോട്ട്. ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ കിയാര ജസ്റ്റ് ഒന്ന് വീണിട്ട് ആളുടെ നെറ്റി ഇവിടെ ഫുൾ ഇങ്ങനെ ചോന്നിട്ടുണ്ട്. കിയാര ഇതാ ഇവിടെ നോക്കുതാ, കിയാര ഇതാ ഇവിടെ കണ്ടോ, ഫുള്ള് റെഡായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇവള് ഉറങ്ങി എഴുന്നേറ്റതായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇവൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് കുറച്ച് സമയം ഇവിടെ കളിച്ചുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ വാക്കറിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അമ്മമ്മയും ഉണ്ട് ഇവിടെ, വാക്കറിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയതായിരുന്നു. അമ്മമ്മയും ആ സമയത്ത് കിച്ചണിലായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവള് വാക്കറിലുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് തലയിൽ പോയില്ല, എന്താ സംഭവിച്ചതെന്നറിയില്ല. അപ്പോൾ ഞാൻ കിച്ചണിലുണ്ടായ സമയത്ത് ഈ കിച്ചണിൻ്റെ അവിടെ കുറച്ച് ഇറക്കമാണുള്ളത്, ഒരു സ്റ്റെപ്പ് പോലെ. അപ്പോൾ അവിടുന്ന് വീണതാണ്, വാക്കറിൽ ഇരുത്തിയിട്ടുണ്ടായത്. മറിഞ്ഞിട്ട് അങ്ങോട്ട് വീണു. ജസ്റ്റ് കുറച്ചേ കരിഞ്ഞത്, വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇവിടെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഞാൻ കണ്ടത് ഇവിടെ റെഡായിട്ടുണ്ടായത്. ഇതാണ് അവളുടെ വാക്കർ. ഇനി അതിലിരിക്കുമോയെന്ന് അറിയില്ല, ആൾ പേടിച്ചതുകൊണ്ട്. അപ്പോൾ ഇത്രയും നാളും നല്ല ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ വാക്കറിൽ ഇരുത്തിയിട്ട് കിച്ചണിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആരെങ്കിലും പിടിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പം ഇവള് കുറച്ചേ കരഞ്ഞതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല കരച്ചിലായിരുന്നു. കാരണം എനിക്കെന്തോ ഞാൻ കാരണം ഇങ്ങനെ ആയല്ലോ, എൻ്റെ അശ്രദ്ധ കാരണം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. നെറ്റിയുടെ ഈ സൈഡും ഇട്ടിട്ടുണ്ട്, അതറിയാതെ ഞാൻ എന്താ ഇപ്പത്തെ സൈഡും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാട് മായെന്ന് ഞാൻ വിചാരിക്കുന്നു വേഗം തന്നെ. കഴിഞ്ഞിട്ട് ഞാൻ ഇവളോട് ജസ്റ്റ് ആ വാക്കറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ആളെ വാക്കറിൽ ഇരുത്താൻ നോക്കി. പക്ഷെ ആൾ കരച്ചിലായിരുന്നു. അപ്പോൾ ഇനി അതിലിരിക്കോ ഇല്ലയോ എന്നറിയില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ അവളുടെ ഈ ഒരു ഭാഗത്ത്, ആളിപ്പോൾ നല്ല കേൾക്കുന്നൊന്നുമില്ല, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഉള്ളത് വീഡിയോയിൽ, ആളെ കാണിക്കാത്തത്. കളിക്കുന്ന തിരക്കിലാണിപ്പോൾ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അവളുടെ ഇവിടെ ഒരു ബ്ലാക്ക് ആയിട്ടൊരു സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ആൾ കരിഞ്ഞിട്ടൊന്നുമില്ല, അത് കൊണ്ടിട്ട് അത് തൊടുമ്പോഴും ആൾക്ക് വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ അത് പെട്ടെന്ന് പോയി. ഇപ്പോൾ അത് ഫേഡായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഫേഡാവാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് അത് ഫേഡായി പോണേന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഫേഡാവുമ്പോഴത്തേക്കും ഇപ്പോൾ അതാ വേറൊന്നും കൂടി ആയിട്ടുണ്ട്. അതും പെട്ടെന്ന് ഫേഡാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു പാട് ഞാൻ മായ്ച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ തുപ്പൽ കൊള്ളിച്ചിട്ടാണ്. അപ്പോൾ എന്ത് മുറിവുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ തുപ്പൽ കൊള്ളിച്ചാൽ അത് മായുമെന്ന് എൻ്റെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ ആണെങ്കിലും പപ്പയ്ക്ക് എന്തെങ്കിലും കൊണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പപ്പ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നമ്മളോടും പറഞ്ഞിട്ട് ഞാനും ഏകദേശം അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. എന്തെങ്കിലും കൊണ്ടിട്ടോ മറ്റോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ തുപ്പലെടുത്തിട്ട്, നമുക്ക് വെറുപ്പായിട്ട് തോന്നും എന്നാലും അത് നല്ലൊരു കാര്യമാണ്. നിങ്ങളാരേലും മറ്റേ തുപ്പലിൻ്റെ കാര്യം അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം. അപ്പോൾ അതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വെറുപ്പ് പോലെ തോന്നും, എന്തോ പോലെ തോന്നും. പക്ഷെ അത് നല്ലൊരു കാര്യത്തിനാണെന്ന് വിചാരിക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ ഞാനിതിപ്പോൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ വേറെ ഒരു ആക്ട്രസ് തമന്നേൻ്റെ എന്തോ ഇൻ്റർവ്യൂ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് തന്നെയായിരുന്നു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിമ്പിൾസ് വരുമ്പോൾ എന്താ ചെയ്യാറെന്നായിരുന്നു തമന്നനോട് ചോദിച്ചത്. അപ്പോൾ തമന്ന പറഞ്ഞത് ഇത് തന്നെയായിരുന്നു, തുപ്പൽ തേക്കുന്നുള്ളത്.
അപ്പോൾ അത് നല്ലൊരു റെമഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക ഇനി എല്ലാവരും. ഇത്രയും സമയം ആ ഒരു കാറ്റടിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് അതിൻ്റെ അവസ്ഥ കണ്ടോ, പെറുക്കി എനിക്ക് തരുന്നത് കണ്ട. ഇതിപ്പോ എന്തിനാന്നറിയോ കരയുന്നത്? ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് കാത്തു വെച്ച് തരാന്ന് യൂട്യൂബില്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ്. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കാതിരിക്കുക. കരയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കരച്ചിൽ നിർത്തും. നോക്കി ഫോണ് കാണിക്കുന്നത് കണ്ട. ആ കാത്തു പോയാ, കാത്തു കൊടുത്തു, കാത്തു കാത്തു കൊടുത്തു, കാത്തു കാത്തു കാത്തു. ആര് പറഞ്ഞു മ്യാവൂ? ഞാനാ നിങ്ങളുടെ കാത്തു. കാത്തു എങ്ങനെ? കാത്തു കാത്തു പറ. കാത്തു കാത്തു എങ്ങനെ ഡാൻസ് കളിക്കുന്നത്? കാത്തു. ആര് പറഞ്ഞു മ്യാവൂ? ആൾക്കിപ്പോൾ ഇച്ചിരി അല്ല, കൂടുതലായിട്ടും എന്തോ ഒന്ന് കൂടിയിട്ടുണ്ട്. കുസൃതിയും കുത്തക്കേടും ഒക്കെ. എന്ത് പറഞ്ഞത് അപ്പം തന്നെ ആവുകയും ചെയ്യണം. എന്തുണ്ട് അപ്പോൾ? വാക്കറിൽ വീണതാ കിയാര. വാക്കറിന് വീണതാ താഴേക്ക്. കിയാരൻ്റെ വാക്കർ എടുത്തു. ഇവിടെ നിന്നാണ് കിയാര വീണതാ. ആടുന്ന് ആ വാക്കറിൽ ഇങ്ങനെ വന്നു. ഈ ഒരു ഇവിടെ നിന്ന് താഴോട്ട് വീണതാണ്. വലിയ കൊണ്ടിട്ടൊന്നുമില്ല. നല്ലോണം കൊണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആള് നല്ല കരച്ചിലായനെ. പക്ഷെ കരഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ. ഇപ്പൊ ആള് ഓക്കെ ആയിട്ടുണ്ട് അല്ലേ കിയാര? പാട്ട് വെക്ക്, പാട്ട് വെക്ക്. എടുക്കണ ബാ. ഇവക്കിതാ ഒരു കുഴപ്പമൊന്നുമില്ല, ആള് സെറ്റാണ്. അപ്പം ഞാനാണെങ്കിൽ എന്താ കറക്റ്റ് 1 മണി 1:30 ഒക്കെ ആകുമ്പോൾ എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങും. അപ്പം എനിക്ക് ഫുഡ് കഴിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ആവാറുണ്ട് ഫുഡ് കഴിക്കാതിരുന്നാൽ. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് വിശപ്പുമില്ല. ഇപ്പം 2:15 2:30 ആവാറായി. അപ്പോൾ എന്താണെന്നറിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ചെറിയ തട്ടലും മുട്ടലും ഒക്കെ പറ്റുമ്പോൾ നമുക്ക് എന്തായാലും നല്ല സങ്കടമായിരിക്കും അല്ലേ? അപ്പം ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ളത് ഇത് തന്നെയാണ്. ഒന്ന് ഓർമ്മക്കുറവ്, പിന്നെ ഒന്ന് നല്ല വിശപ്പും, പിന്നെ ഉറക്കമില്ലായ്മ. രാത്രിയോളം ഉറങ്ങാൻ നല്ല ലേറ്റാണ്. പിന്നെ ഇങ്ങനെ ശ്രദ്ധക്കുറവ്. ഇതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ആൾ ഫുഡ് കഴിച്ചിട്ട് നല്ല ഉറക്കമാണ്. ഇപ്പോൾ ചോറൊക്കെ കൊടുത്തു, ആൾ നല്ല ഉറക്കമാണ്. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. ഇപ്പം 3:15 കഴിഞ്ഞു. ഇനി കുറേ സമയം എനിക്ക് പിടിച്ച് നിൽക്കാൻ വയ്യ, നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.